നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ടെൻസസ്. അപ്പൊ എന്താണ് ടെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ കുറച്ച് സെന്റൻസസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹി ടോക്സ് ടു ഹർ, ഹി ടോക്ക് ടു ഹർ, ഹി വിൽ ടോക്ക് ടു ഹർ. അപ്പൊ ഈ 3 സെന്റൻസുകളിലും നമുക്ക് കാണാം അതിൽ ക്ലിയർ ആണ് ആ ആക്ഷൻ, ടോക്ക് എന്ന് പറയുന്ന ആക്ഷൻ ഏത് ടൈം പീരീഡിലാണ് നടന്നത് എന്ന്. ആദ്യത്തെ സെന്റൻസിൽ പ്രസന്റില്, രണ്ടാം സെന്റൻസിൽ പാസ്റ്റില്, മൂന്നാമത്തേതിൽ ഫ്യൂച്ചറിൽ. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ്. അതായത് പ്രസന്റിൽ നടക്കുന്നതാണോ, പാസ്റ്റിൽ നടന്നതാണോ, അതോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണോ. അപ്പോ 3 മെയിൻ ടൈപ്പ് ഓഫ് ടെൻസസ് ഉണ്ട്: പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ നോക്കുക. ഹി പ്ലേസ് ഫുട്ബോൾ, ദേ പ്ലേ ഫുട്ബോൾ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസില് വെർബ് ഒന്നില്ലെങ്കിൽ ബേസ് ഫോമിൽ അല്ലെങ്കിൽ SES ഫോമില് ആയിരിക്കും. ബേസ് ഫോം പ്ലൂറലിന്റെ കൂടെ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ SES ഫോം സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഐയും യുവും വരുമ്പോൾ നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് വെർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം പ്ലസ് S or ES. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? റെക്കറന്റ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ കാണിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഹി വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ പ്രോവേർബ് പറയുമ്പോൾ, ദ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, ദ മൂൺ റിവാൾവ്സ് അറൌണ്ട് ദി എർത്ത്. പിന്നെ ഒരു പെർമനന്റ് സ്റ്റേറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഹി ഹാസ് 2 ചിൽഡ്രൻ. പിന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത, പ്ലാൻ ചെയ്തൊരു ഫ്യൂച്ചർ ആക്ഷനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഹി സ്റ്റാർട്ട്സ് ഹിസ് ന്യൂ വർക്ക് ഓൺ മൺഡേ, ദ പ്രൈം മിനിസ്റ്റർ കംസ് ടു കേരള നെക്സ്റ്റ് മന്ത്. പിന്നെ ഇംപെറേറ്റീവ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ ഹൗ ഓണസ്റ്റ് ഹി ഈസ്, അതേപോലെ പ്ലീസ് ലിസൺ ടു ഹിം. ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ the Kerala High Court issues notice to the government on the Kochi metro case. അപ്പോൾ ആ കേസിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. പിന്നെ സ്പോർട്സ് കമന്ററികളിലും ഡ്രമാറ്റിക് നെറേറ്റീവുകളിലും, ഇപ്പോൾ ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. പിന്നെ അതേപോലെ ഡ്രമാറ്റിക് കമന്ററിയുടെ കേസ് പറയുമ്പോൾ, the curtain rises, the beautiful Bella sings a song, suddenly she notices something strange in her room. അപ്പൊ അവിടെ ഒരു ഇമ്മീഡിയസി, ഒരു ഏർജൻസി കാണിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ when it comes to formal declarations, അപ്പൊ I declare the athletic meet open. പിന്നെ to introduce quotations, അപ്പൊ ഷെല്ലി says if winter comes can spring be far behind. അവിടെ ഷെല്ലി പറഞ്ഞൊരു കാര്യം നമ്മൾ കോട്ട് ചെയ്യുകയാണ്. പിന്നെ പ്രോമിസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഹി പ്രോമിസസ് നെവർ ടു ഡ്രിങ്ക് ആൽക്കഹോൾ, ഐ പ്രോമിസ് ടു ഡു മൈ ഡ്യൂട്ടി. പിന്നെ സജഷൻസിന്റെ കൂടെ യൂസ് ചെയ്യും വൈ ഡോണ്ട് യുവിന്റെ കൂടെ. അപ്പൊ വൈ ഡോണ്ട് യു ടേക്ക് മീ ഔട്ട്, വൈ ഡോണ്ട് യു പോസ്റ്റ് എ പിക്ചർ ഓഫ് യുവർ ചൈൽഡ്. പിന്നെ സബോർഡിനേറ്റ് ക്ലോസസിന്റെ കൂടെ ഫ്യൂച്ചറിനെ റെഫർ ചെയ്യാനായിട്ട്, അതായത് ഹി വിൽ കോൾ us when breakfast ready. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുമ്പോൾ he will call us. പിന്നെ ഇൻസ്ട്രക്ഷൻസും ഡിറക്ഷൻസും കൊടുക്കാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു യു ഗെറ്റ് ടു ദി ഷോപ്പിംഗ് മാൾ, യു ഗോ സ്ട്രെയിറ്റ് ദെൻ ടേൺ റൈറ്റ്. അപ്പോൾ അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹിയറും ദെയറും വെച്ചിട്ട് തുടങ്ങുന്ന സെന്റൻസുകളിൽ there is no substitute for hard work. അപ്പോൾ here comes my sister. പിന്നെ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ടൈം വേർഡ്സ് ആണ്. എന്താണ് ടൈം വേർഡ്സ്? ടൈം വേർഡ്സ് എന്ന് പറയുന്നത് they are words which are often found with a particular tense. ഇപ്പോൾ ചില
ആഡ്വേർബ്സും ആഡ്വേർബ് ഫ്രേസസും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. Always, usually, generally, occasionally, frequently, daily, annually, barely, hardly, rarely, seldom, often, every month, every day, every year, every week. Now let's talk about present continuous tense. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള രണ്ട് സെന്റൻസുകൾ നോക്കാം. ആൻസി ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ്. ദേ ആർ ഡ്രോയിങ് പിക്ചേഴ്സ്. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസും ദേ ആർ ബോത്ത് ഷോയിങ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. ആൻസി ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ്. ഇപ്പോഴും അവർ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡ്രോയിങ് പിക്ചേഴ്സ്. ഇപ്പോഴും അവർ പിക്ചേഴ്സ് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ. എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് ഇസ് പ്രോഗ്രസിംഗ് അറ്റ് ദി മൊമെന്റ്. ഈ മൊമെന്റില് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനായിട്ട് ആൻസി ഈസ് റീഡിങ് എ നോവൽ, ആൻസി ഈസ് സ്ലീപ്പിംഗ് നൗ. പിന്നെ ഒരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ ആക്ഷനെ പറ്റി പറയാനായിട്ട് ആൻസി ഈസ് കമ്മിങ് ഹോം ടുമോറോ. പിന്നെ ഇപ്പൊ ഹാപ്പൻ ചെയ്യുന്ന പക്ഷെ നെസസറിലി സംസാരിക്കുന്ന മൊമെന്റിൽ ഹാപ്പൻ ചെയ്യാത്ത ആക്ഷനെ പറ്റി പറയാനായിട്ട് ആൻസി ഈസ് പ്രിപ്പയറിംഗ് എ സ്പീച്ച് ഫോർ എ കോൺഫറൻസ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആൻസി ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ല, ഇൻ ജനറൽ ഷീ ഈസ് പ്രിപ്പയറിംഗ്. പിന്നെ ആൻസി ഈസ് ടീച്ചിങ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആൻസി കൊമേഴ്സ് പഠിക്കുന്ന ടീച്ചറാണ്. ഷീ ഈസ് നോട്ട് നെസസറിലി ടീച്ചിങ് അറ്റ് ദിസ് മൊമെന്റ്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് സിറ്റുവേഷൻസോ ആക്ഷൻസോ ടെമ്പററി ആണെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട്. ഇപ്പൊ ആൻസി മൈ ഫ്രണ്ട് ഇസ് സ്റ്റേയിങ് വിത്ത് മീ ദിസ് വീക്ക്. അപ്പൊ ഇവിടെ ഈ വീക്ക് സ്റ്റേ ചെയ്യുന്നു, ബട്ട് ഷീ ഈസ് നോട്ട് നെസസറിലി പെർമനന്റ്ലി സ്റ്റേയിങ് വിത്ത് മീ. പിന്നെ ആൻസി ഈസ് റിപ്പയറിംഗ് ഹർ അംബ്രല്ല. പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ലോലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കാണിക്കാനായിട്ട്. ഇപ്പൊ മൈ സൺ ഇസ് ഗെറ്റിംഗ് ടോളർ എവറി ഡേ. ദ വെദർ ഇൻ മൈ വില്ലേജ് ഇസ് ഗെറ്റിംഗ് കോൾഡർ ഡേ ബൈ ഡേ. പിന്നെ റിപ്പീറ്റഡ് ആക്ഷൻസിനെ പറ്റി പറയാനായിട്ട്, പിന്നെ ആ സംസാരിക്കുന്ന നേരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റ്സിനെ പറ്റി പറയാനായിട്ട്. ആൻസി ഈസ് റീഡിങ് എ ലോട്ട് ഓഫ് മാഗസിൻസ് ദീസ് ഡേയ്സ്. വൈ ഇസ് ഷീ ബീറ്റിംഗ് ഹർ ചൈൽഡ്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അതേപോലെ ഓൾവേസ്, കോൺസ്റ്റന്റ്ലി, കണ്ടിന്യൂസ്ലി, ഫോർ എവർ, പെർപെച്വലി ഇവിടെയൊക്കെ കൂടെ യൂസ് ചെയ്യും. ഫ്രീക്വന്റ് റിപ്പറ്റീഷൻസ് കാണിക്കാനായിട്ട്. ആൻസി ഈസ് കണ്ടിന്യൂസ്ലി കംപ്ലൈനിങ് അബൌട്ട് ഹർ ജോബ് സ്റ്റാറ്റസ്. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിന് മുമ്പ് ബിഗിൻ ചെയ്യുന്ന ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ദ ആക്ഷൻ പ്രോബബ്ലി കണ്ടിന്യൂസ് ആഫ്റ്റർ. അറ്റ് 7 ഐ ആം വാച്ചിങ് ന്യൂസ്. അപ്പൊ ന്യൂസ് വാച്ച് ചെയ്യാൻ തുടങ്ങിയത് അറ്റ് 7 ആണ്, പക്ഷെ ആ സമയം കഴിയുമ്പോഴും ഐ ആം സ്റ്റിൽ വാച്ചിങ് ദ ന്യൂസ്. അറ്റ് 9 അതേപോലെ തന്നെയാണ്. അറ്റ് 9 ദേ ആർ പ്ലേയിങ് കാർഡ്സ്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ്, കണ്ടിന്യൂസ്ലി പോലെയുള്ള വാക്കുകൾ പ്രോഗ്രസീവ് ഫോംസിന്റെ കൂടെ യൂസ് ചെയ്യും ടു മീൻ വെരി ഓഫൺ. ഇപ്പോൾ ഹി ഈസ് ഓൾവേസ് ലൂസിങ് ഹിസ് ടെമ്പർ. അപ്പോൾ ദി ആക്ഷൻ ഓഫ് ലൂസിങ് ഹിസ് ടെമ്പർ ഹാപ്പൻസ് വെരി ഓഫൺ. ഇനി വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് നോൺ കൺക്ലൂസീവ് വേർബ്സിനെ പറ്റിയിട്ടാണ്. അതായത് കണ്ടിന്യൂസ് ടെൻസസിൽ യൂസ് ചെയ്യാത്ത ചില വേർബ്സ് ഉണ്ട്. അപ്പൊ ആ ടൈപ്പ് വേർബ്സ് യൂഷ്വലി സിമ്പിൾ ടെൻസസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വേർബ്സ് യൂഷ്വലി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റാത്ത ആക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വേർബ്സ് ഓഫ് സെൻസസ് സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, നോട്ടീസ് എക്സെട്ര. He hears a loud sound. This cough syrup tastes bitter. അപ്പോൾ ഇവിടെ ഹി ഈസ് നോട്ട് ചൂസിങ് ടു ഹിയർ ദ ലൗഡ് സൗണ്ട് അല്ലേ.
ആളുടെ വില്ലിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമല്ല അത്. നെക്സ്റ്റ് വേർബ്സ് ഓഫ് തിങ്കിങ്. അപ്പൊ തിങ്ക്, ഇമാജിൻ, ഗസ്, നോ, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, റിമെമ്പർ, ഫോർഗെറ്റ് ഇതൊക്കെയാണ് വേർബ്സ് ഓഫ് തിങ്കിങ്. അപ്പോ ഒരു എക്സാമ്പിൾ, ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ. പിന്നെ വേർബ്സ് ഓഫ് ഫീലിംഗ്, ലൈക്സ്, ഡിസ്ലൈക്സ്, അതായത് വാണ്ട്, ഡിസയർ, വിഷ്, ലൈക്ക്, ലവ്. അപ്പൊ എക്സാമ്പിൾ, ഹി നീഡ്സ് സം കോഫി, ഹി ഡസന്റ് ലൈക്ക് ഹർ. പിന്നെ വേർബ്സ് ഓഫ് പൊസഷൻ, ഹാവ്, പൊസസ്, ഓൺ, ബിലോങ് ടു എക്സെട്ര. അപ്പൊ എക്സാമ്പിൾ, ഹി ഓൺസ് എ കാർ. പിന്നെ വേർബ്സ് ഓഫ് അപ്പിയറിംഗ്, അപ്പിയർ, ലുക്ക്, സീം, റിസംബിൾ എക്സെട്ര. അപ്പൊ ഹി റിസംബിൾസ് ഹിസ് ഫാദർ. ലാക്ക്, ഓവ്, ഡിസേർവ് പോലെയുള്ള വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതല്ല. But this box contains gifts for children. Your success depends on your ability to work hard. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ യൂസ് ചെയ്യാത്ത വേർബ്സ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ യൂസ് ചെയ്യില്ല. വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില എക്സെപ്ഷണൽ കേസസിൽ ഈ വേർബ്സ് കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യും. ഇപ്പൊ ഒന്ന് എക്സെപ്റ്റ് ആണ്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ആർ എക്സ്പെക്ടിങ് സം ഗുഡ് ന്യൂസ്. അപ്പൊ അതിനർത്ഥം ടു അവൈറ്റ് സംതിങ്. പിന്നെ ടേസ്റ്റ്, ഫോർ എക്സാമ്പിൾ, the chef is tasting the kebab to see if it's cooked well. പിന്നെ സി, I am seeing my lawyer tomorrow. പിന്നെ hear, the court is hearing the case next week. Think, I am thinking about starting a new business. Feel, I am feeling very energetic today. Smell, she is smelling the flowers. പിന്നെ ടൈം വേർഡ്സ് ആണ് വേറൊരു കേസ്, now, right now, still, today പോലുള്ള ടൈം വേർഡ്സ്. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇപ്പോൾ ഇവിടെ രണ്ട് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. സിഡ് ഹാസ് വിസിറ്റഡ് ദിസ് പ്ലേസ് ത്രൈസ്. They have visited this, Sid has visited this palace thrice. They have visited this palace thrice. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സബ്ജക്ട് പ്ലസ് ഹാസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? ഒരു റീസെന്റ് ആക്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട്, ടൈം മെൻഷൻ ചെയ്യാത്ത റീസെന്റ് ആക്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട്. സിഡ് ഹാസ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദി എക്സാമിനേഷൻ. പിന്നെ അതേപോലെ പാസ്റ്റിൽ തുടങ്ങി പ്രസന്റ് മൊമെന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനായിട്ട്, സിഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ സിൻസ് 2018. അത് 2018 തൊട്ടിട്ട് സിഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിഡ് ഹാസ് ലിവ്ഡ് ഇൻ ദിസ് വില്ലേജ് ഫോർ 20 years. 20 വർഷമായിട്ട് സിഡ് ഈ വില്ലേജിൽ ലിവ് ചെയ്യാണ്. പിന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒക്കറൻസിനെ പറ്റി പറയാനായിട്ട്, പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കംപ്ലീറ്റഡ് ആയിട്ടൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒക്കറൻസിനെ പറ്റി പറയാനായിട്ട്. ഇപ്പൊ സിഡ് ഹാസ് റിട്ടൺ 2 essays സിൻസ് മോർണിംഗ്. പിന്നെ നെക്സ്റ്റ്, ഒരു ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ പ്രസന്റിലാണ് അതിന്റെ റിസൾട്ട്സ് ഫീൽ ചെയ്യുന്നത്. പ്രസന്റിൽ അതിന്റെ റിസൾട്ട്സ് സ്റ്റില് ഫീൽ ചെയ്യാൻ പറ്റും. സിഡ് ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ. സിഡ് ഹാസ് ലേൺ ദിസ് ലെസൺ. അതായത് പാസ്റ്റിൽ കംപ്ലീറ്റ് ആയി, പക്ഷെ പ്രസന്റിലും അതിന്റെ ആക്ഷൻസ് പെർസീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹാബിച്വൽ ആക്ഷൻസിനെ പറ്റി പറയാനായിട്ട്, ദേ ഹാവ് ഓൾവേസ് ഹെൽപ് ഈച്ച് അതർ. ഐ ഹാവ് ഓൾവേസ് ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. പിന്നെ ടൈം വേർഡ്സ് യൂസ് ചെയ്യുന്ന ടൈം വേർഡ്സ് ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി, റീസെന്റ്, ലേറ്റ്ലി, ടിൽ, നൗ, up to now ഒക്കെയാണ്. Now let's talk about present perfect continuous tense. ഇപ്പോൾ സെന്റൻസുകൾ നോക്കുക. He has been living in this town for the last 10 years. They have been living in this town for the last 10 years. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing ഫോം. So what are the use of present perfect continuous tenses? അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ പ്രസന്റിലും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്. He has been teaching in this college for the last 5 years. പിന്നെ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെ പറ്റി പറയാനായിട്ട്, ആ ആക്ഷന്റെ റിസൾട്ട് ഇപ്പോഴും ഫീൽ ചെയ്യും. അതായത് why do you look so tired? അപ്പൊ I have been practicing skating. അവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്
The person answering the question is typed. പിന്നെ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടൈം വേർഡ്സ് സിൻസ്, ഫോർ. Now let's talk about the past tense. So first simple past tense ആണ്. Examples നോക്കുക. I went to Calicut yesterday. They lived in Calicut in 2020. അപ്പോൾ പാസ്റ്റ് ഇവൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് സെന്റൻസുകളും. അപ്പൊ അതിന്റെ ഫോം എന്ന് പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്. ഇപ്പൊ എന്തൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ യൂസസ്? അപ്പോൾ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ ഡിനോട്ട് ചെയ്യാനായിട്ട് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. പിന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷനെ പറ്റി പറയാനായിട്ട് when I was a child I played basketball every day. പിന്നെ പാസ്റ്റിൽ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്നൊരു ആക്ഷനെ പറ്റി പറയാനായിട്ട് ഐ മെറ്റ് PV സിന്ധു ഓൺ a visit to Delhi. പിന്നെ കണ്ടീഷണൽ ക്ലോസസിൽ ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹൗസ്. അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടൈം വേർഡ്സ് യെസ്റ്റർഡേ അഗോ, പ്രീവിയസ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്. Now let's talk about past continuous tense. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് നോക്കാം. She was singing a Hindi song. They were singing a Hindi song. അപ്പോൾ past continuous ഫോമിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വാസ് വെർബ് പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിന്റെ യൂസസ്? അപ്പൊ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന്റെ കണ്ടിന്യൂറ്റി കാണിക്കാൻ ഷി വാസ് വർക്കിംഗ് ഓൺ ദ ഫീൽഡ് ഓൾ ഡേ. പിന്നെ സെയിം ടൈമിൽ നടക്കുന്ന രണ്ട് ഡിഫറെന്റ് ആക്ഷൻസിനെ പറ്റി പറയാനായിട്ട് ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ വൈൽ ഷി വാസ് റീഡിങ്. അപ്പൊ ഈ രണ്ട് ആക്ഷനും നടന്നത് ഒരേ സമയത്ത് ആണ്. പിന്നെ നെക്സ്റ്റ് പാസ്റ്റില് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആക്ഷനെ പറ്റി പറയാൻ, ആ പ്രോഗ്രസ് ചെയ്യുന്നത് വേറൊരു ആക്ഷൻ ഹാപ്പൻ ചെയ്തപ്പോൾ ആയിരിക്കും. വെൻ ഷി കെയിം യു വർ സ്ലീപ്പിംഗ്. അപ്പൊ ഇവിടെ യു വർ സ്ലീപ്പിംഗ്, അതായത് സ്ലീപ്പ് ചെയ്യുമ്പോഴാണ് അവള് വന്നത്. പിന്നെ ഓൾവേസിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഒരു റെക്കറന്റ് ആക്ഷനെ പറ്റിയിട്ട് പറയുമ്പോഴാണ്. ഷി വാസ് ഓൾവേസ് ഗൈഡിങ് മീ ടു പെർഫോം വെൽ. അപ്പൊ എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ടാണ് അവിടെ ഓൾവേസ് ഗൈഡിങ് യൂസ് ചെയ്തിരിക്കുന്നത്. Now let's talk about past perfect tense. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് നോക്കുക. Sam had gone to office. They had gone to office. അപ്പോൾ past perfect tenseന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ subject plus had plus past participle form of the verb. Let's talk about the use of past perfect tense. ഇപ്പോൾ രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഏത് ആക്ഷൻ ആണ് ആദ്യം നടന്നതെന്ന് പറയാനാണ്. ഏത് ആക്ഷനാണ് ആദ്യം ഫിനിഷ് ചെയ്തതെന്ന് പറയാനാണ്. പിന്നെ സെക്കൻഡ് ആക്ഷനെ പറ്റി പറയാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. When Sam arrived home, his mother had gone to sleep. അപ്പൊ ഇവിടെ his mother had gone to sleep. അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ആക്ഷനാണ് ആദ്യം നടന്നത്. പിന്നെയാണ് സാം അറൈവ്ഡ് ഹോം. പിന്നെ ടിൽ, അൺടിൽ, ബിഫോറിന്റെ കൂടെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും ആക്ഷൻ കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കാനായിട്ട്. സാം വെയിറ്റഡ് there until his father had arrived. പിന്നെ സബോർഡിനേറ്റ് ക്ലോസിന്റെ കൂടെ യൂസ് ചെയ്യും to suggest that something impossible to happen. If Sam had practiced more, he could have qualified for the final. Sam കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ അവൻ ക്വാളിഫൈ ചെയ്തേനെ. ബട്ട് ഹി ഡിഡ് നോട്ട് പ്രാക്ടീസ് മോർ, സോ ഹി ഡിഡ് നോട്ട് ക്വാളിഫൈ. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ലെറ്റ്സ് നൗ ടോക്ക് അബൌട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് രണ്ട് സെന്റൻസുകൾ നോക്കാം. She had been studying for 3 hours. They had been studying for 3 hours. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്
പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. ആക്ഷൻ ഒരു സർട്ടൺ ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്നു, എന്നിട്ട് പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്യുന്നു. ഷി ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഗാർഡനർ ബിഫോർ ഷീ ജോയിൻ ഗവൺമെന്റ് സർവീസ്. അതായത് അവൾ ഗാർഡനർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. സോ അറ്റ് സം പോയിന്റ് ഇൻ ദ പാസ്റ്റ് ഷീ വാസ് വർക്കിംഗ് ആസ് എ ഗാർഡനർ. അത് ആ പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്തു. പിന്നെ പാസ്റ്റില് നടക്കുന്ന ഒരു റിപ്പീറ്റഡ് ആക്ഷനെ കാണിക്കാനായിട്ട് നമ്പർ ഓഫ് ഒക്കറൻസസ് മെൻഷൻ ചെയ്യാത്തത്. ഷി ഹാഡ് ബീൻ റിംഗിങ് ദ ബെൽ ഫോർ സം ടൈം. അവൾ കുറച്ചു നേരമായി ബെല്ല് റിങ് ചെയ്തു. Now let's talk about the future tense. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. ഇപ്പൊ ഫ്യൂച്ചർ ടെൻസ് കൂടാതെ വില്ലും ഷല്ലും കൂടാതെ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ ഫ്യൂച്ചറിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്തു. പിന്നെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ സർട്ടൻ ഫാക്ടേഴ്സ് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ വില്ലിങ്നെസ്, ലൈക്ലിഹുഡ് ഒക്കെ. പക്ഷെ ഉറപ്പായിട്ടും നടക്കുന്ന ചില പ്യുവർ ഫ്യൂച്ചർ ഇവന്റ്സ് ഉണ്ട്. അതായത് മൈ ഗ്രാൻഡ് മദർ വിൽ ബി 80 in December. Now let's talk about simple future tense. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സെന്റൻസുകൾ നോക്കാം. He will visit your home tomorrow. I shall visit your home tomorrow. ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. നമ്മൾ എപ്പോഴൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം? ഒരു ആക്ഷൻ ഫ്യൂച്ചറിൽ സംഭവിക്കും എന്ന് പറയാനായിട്ട് ഹി വിൽ ബൈ എ ന്യൂ കാർ. പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒപ്പീനിയൻസും അസംഷൻസും എക്സ്പ്രസ് ചെയ്യാനായിട്ട് മിക്കപ്പോഴും അഫ്രേഡ്, ബിലീവ്, ഹോപ്പ്, സപ്പോസ് പോലെയുള്ള വേർബ്സ് അതിന്റെ സിമ്പിൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും. പിന്നെ പെർഹാപ്സ്, ഷ്യൂർലി, പ്രോബബിളി പോലെയുള്ള ആഡ് വേർബ്സും യൂസ് ചെയ്യും. പിന്നെ ഹാബിച്വൽ ആക്ഷൻസ് പറയാനായിട്ട് ഫ്യൂച്ചറിലും സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ് പറയാനായിട്ട് The nightingale will sing in the forest. Flowers will bloom in spring. Formal announcements ഫ്യൂച്ചറിൽ നടക്കുന്ന ഫോർമൽ അനൗൺസ്മെന്റ്സ് പറയാനായിട്ട്, അതായത് വെതർ ഫോർകാസ്റ്റുകൾ, ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് ബ്രോഡ്കാസ്റ്റ് പോലെ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്റർ വിൽ ഇനോഗ്രേറ്റ് ദ ന്യൂ സ്റ്റേഡിയം. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഒരു ഫോർമൽ അനൗൺസ്മെന്റ് ആണ്. Now let's talk about future continuous tense. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. ലൈല വിൽ ബി ഗിവിംഗ് യു എ ഗിഫ്റ്റ് ടുമോറോ. ലൈല നാളെ നിനക്കൊരു ഗിഫ്റ്റ് തരും. പിന്നെ ഐ ഷാൽ ബി ഗിവിംഗ് യു എ ഗിഫ്റ്റ് ടുമോറോ. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ കോമൺ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ ഷാൽ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടിന്യൂസ് ആക്ഷനെ പറ്റി പറയാനാണ്. ഇപ്പൊ ലൈല വിൽ ബി അറ്റൻഡിങ് ദ വെബിനാർ ടുമോറോ. സോ നെക്സ്റ്റ് വി ഷൽ ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇപ്പൊ നമുക്ക് ഈ സെന്റൻസുകൾ നോക്കാം. അഞ്ജു വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ബൈ നെക്സ്റ്റ് ഇയർ. ഐ ഷാൽ ഹാവ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ബൈ നെക്സ്റ്റ് ഇയർ. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് will or shall plus have plus past participle form of the verb. ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സർട്ടൻ ഫ്യൂച്ചർ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ജു വിൽ ഹാവ് റെഡ് 2 books ബൈ സാറ്റർഡേ. സാറ്റർഡേക്കുള്ളിൽ അഞ്ജു 2 books വായിച്ച് ഇരിക്കും. They will have left London by the time you reach there. നീ അവിടെ എത്തുമ്പോഴേക്കും അവർ ലണ്ടൻ ലീവ് ചെയ്ത് കഴിഞ്ഞിരിക്കും. Now let's talk about future perfect continuous tense. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. By 2025, Maria will have been living in Kolkata for 5 years. By 2025, I shall have been living in Kolkata for 5 years. ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം സബ്ജക്ട് പ്ലസ് വിൽ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ഓൺഗോയിങ് ആക്ഷൻ കാണിക്കാൻ വിച്ച് വിൽ ബി ഫിനിഷ്ഡ് ബൈ എ സർട്ടൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ. സോ നൗ ലെറ്റ്സ് റീക്യാപ്പ്. ഇപ്പൊ റീക്യാപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷൻസ് ആണ് ആൻഡ് പിന്നെ സെന്റൻസുകളുടെ ഓരോ ടെൻസ് ടൈപ്പിന്റെയും കോമൺ സ്ട്രക്ചർ ആണ്. ഇപ്പൊ what are tenses? Tenses are used to denote at what time an action is happening. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റിൽ നടക്കുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനാണ്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് an action that is ongoing in the present. പിന്നെ നോൺ കൺക്ലൂസീവ് വെർബ്സ് എന്താണ്, ആൻഡ് ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, ആൻഡ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് what are time words used with each of these tenses. അതേപോലെ തന്നെയാണ് past tense, action taking place in the past. പിന്നെ simple past tense, an action that started and completed in the past. പിന്നെ past continuous tense, an action that is continuing that expresses continuity in the past. പിന്നെ future past perfect continuous tense, പിന്നെ future tense, future continuous tense, an action that is supposed to be continuing in the future, പിന്നെ future perfect tense, future perfect continuous tense. ഇതെല്ലാം ഇതിന്റെ ഡെഫിനിഷനും പിന്നെ അതിന്റെയൊക്കെ സ്ട്രക്ചറുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് സം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ടെൻസ്. ടൈം ഓഫ് ആൻ ആക്ഷൻ ഡിനോട്ട് ചെയ്യുന്നതാണ് ടെൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ 3 different tenses in English grammar? There are 3 different tenses: past, present and future. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ പ്രോവർബ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനെ പറ്റി പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്. പിന്നെ ഒരു ടൈം മെൻഷൻ ചെയ്യാത്ത ഒരു റീസെന്റ് ആക്ഷനെ പറ്റി പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പിന്നെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ പ്ലസ് ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി verb. പിന്നെ 7th ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, അതിലെ എറർ സ്പോട്ട് ചെയ്യും. ഷീ ഈസ് ഗോയിങ് ടു മാർക്കറ്റ് ഡെയിലി. ഹി ഹാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ നൗ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ സെന്റൻസിൽ ഇറ്റ് ഇസ് എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ ഹാബിച്വൽ ആക്ഷൻ. ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ദ ടെൻസ് ഷുഡ് ബി സിമ്പിൾ പ്രസന്റ്. ഷി ഗോസ് ടു ദ മാർക്കറ്റ് ഡെയിലി. പിന്നെ രണ്ടാമത്തെ സെന്റൻസിന്റെ കേസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷന്റെ കാര്യമാണ് പറയുന്നത്. സോ ദ ടെൻസ് ഷുഡ് ബി പ്രസന്റ് continuous. അപ്പോൾ he is reading newspaper now. പിന്നെ 8th question, which tense is used to denote a past action completed at a particular time in the past? The simple past. പിന്നെ 9th question, ഏത് ടെൻസ് ആണ് പാസ്റ്റിൽ ടേക്ക് പ്ലേസ് ചെയ്തൊരു ആക്ഷന്റെ കണ്ടിന്യൂറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, വെൻ ടോക്കിംഗ് അബൌട്ട് പ്രോഗ്രഷൻ ഓർ കണ്ടിന്യൂറ്റി, ടെൻസ് മിക്കപ്പോഴും ഇറ്റ് വിൽ ബി പ്രോഗ്രസ് അല്ലെങ്കിൽ ing ഫോം ഓഫ് ദ വെർബ് ഇൻവോൾവ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം? സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്ട്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒക്കർ ചെയ്യുന്ന ഒരു ഇവന്റിനെ പറ്റി സംസാരിക്കുന്ന ടെൻസ് ഏതാണ്? ഇറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഓൺഗോയിങ് ആയ ഒരു ആക്ഷനെ പറ്റി സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? ഇപ്പൊ ഓൺഗോയിങ് പ്രോഗ്രസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി എന്താണ്? കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ 2 സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഹാഡ് റൈറ്റ് എ പ്ലേ.
We believe that we will have win this game. അപ്പോ he had written a play എന്നാണ് അവിടെ പറയുന്നത്. അതായത് it's an action that started at some point in the past and it is finished now at the time of speaking. അപ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. പിന്നെ നെക്സ്റ്റ് സെന്റൻസിൽ വരുന്നത് വി ബിലീവ് ദാറ്റ് വി വിൽ വിൻ ദിസ് ഗെയിം. അവിടെ ഫ്യൂച്ചറിൽ എന്തോ നടക്കും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ അവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ് വരേണ്ടത്. വി ബിലീവ് ദാറ്റ് വി വിൽ വിൻ ദിസ് ഗെയിം. താങ്ക് യു.